വെള്ളാനി മല എന്ന് പറയുന്ന ആ മലയുടെ മുകളിലാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നോക്കിയാൽ കാണുന്നത് ചുറ്റും മലകളാണ്, പ്രതിബന്ധങ്ങൾ മാത്രമാണ്. അപ്പോൾ അവിടുന്ന് 1 കിലോമീറ്റർ മല ഇറങ്ങിയിട്ട് ഒരു 3-4-5 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ, വഴിയില്ലാത്ത സ്ഥലത്തുകൂടി നടന്നെങ്കിൽ മാത്രമേ ബസ് സ്റ്റോപ്പിലെത്താൻ സാധിക്കുമായിരുന്നു. മമ്മി ഒത്തിരി ബുദ്ധിമുട്ടി എനിക്ക് വേണ്ടിയിട്ട്. എന്നെ എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്നു ചെറുപ്പത്തിൽ. പപ്പ ഉണ്ടായിരുന്നപ്പം പപ്പ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പപ്പ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മി അത് എടുത്തുകൊണ്ട് പോകണം. അപ്പം എന്നെ എടുത്തുകൊണ്ട് വളരെ ദൂരം നടക്കാൻ മാത്രം അത്രയും ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു എൻ്റെ മമ്മി. അപ്പം അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് നേരം മടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, മോനെ ഇച്ചിരി ദൂരം നടക്കാവോ എന്ന് ചോദിക്കും. ഞാൻ കൈകുത്തി ചാടി കുറച്ച് ദൂരം നടക്കും, പിന്നെയും മമ്മി എടുക്കും. അപ്പം ഈ കൈകുത്തി ചാടി നടക്കുമ്പോഴും കൈയും കാലും ഉപയോഗിച്ചൊക്കെ നമ്മൾ ചാടി നടക്കുമ്പോഴൊക്കെ ചെളിയും അതും ഇതൊക്കെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ പറ്റും. പിന്നെ എന്താ പറയുക, പക്ഷെ മമ്മി എടുക്കുമ്പോൾ മമ്മിയുടെ സാരിയിലും ദേഹത്തും ഒക്കെ അതൊക്കെ പറ്റും. എന്നോട് എൻ്റെ മമ്മി പറഞ്ഞത്, മോനെ നിനക്ക് കാല് മാത്രമേ ഇല്ലാതുള്ളൂ, നിനക്ക് വേറെ കുറവുകളൊന്നുമില്ല, നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് കൂടെ പറയുമായിരുന്നു.